ഹലോ ലൽജി ആ എങ്ങനെയുണ്ടായിരുന്നു അന്ന് വണ്ടി ഓടിയപ്പോ എങ്ങനെ ഉണ്ടായിരുന്നു? വണ്ടി ക്ലച്ച് കംപ്ലൈന്റ് ആയതുകൊണ്ട് മൈലേജ് ഷോർട്ട് തന്നെ ആയിരുന്നു. മുഴുവൻ ഫീൽ കിട്ടുന്നില്ല. ഇല്ല, വണ്ടിക്ക് പുള്ളിങ്ങും കിട്ടുന്നില്ല. അത് ക്ലച്ച് മാറ്റാണ്ട് ശരിയാവില്ല തോന്നുന്നു. ഹലോ, എങ്ങനെയുണ്ട് ദിനേശേ ഓടിച്ചപ്പോ? അടിപൊളി അടിപൊളി. സന്തോഷായോ? പിന്നെ ഈ വാക്കാണ് ഏറ്റവും വലിയ കാര്യം. അതെ, എന്താ വ്യത്യാസം തോന്നിയ? അതായത് ഈ വണ്ടി നമ്മളിപ്പോ ഞാൻ കൊറേ കാലായിട്ട് ഈ സെയിം വണ്ടിയിൽ ഓടിക്കണേ. അപ്പൊ നമുക്ക് അറിയണ്ടായിരുന്നില്ല ഈ ക്ലച്ച് ടൈറ്റ് ആവണതും കാര്യങ്ങളൊന്നും എനിക്കറിയില്ല, കാരണം നമ്മൾ സ്ഥിരമായിട്ട് ഓടിക്കണായിരുന്നേ. അപ്പൊ അന്നിപ്പോ ഇവിടെ വന്നപ്പോ മറ്റേ ചേട്ടൻ വണ്ടി ഓടിച്ചിട്ട് എന്നോട് പറഞ്ഞതിന് പ്രശ്നം ഉണ്ടെന്ന് പറഞ്ഞു. അപ്പൊ എനിക്കറിയാം ക്ലച്ച് കംപ്ലൈന്റ് ആണെന്നുള്ളത്. ഇപ്പൊ ഞാൻ ഈ പണി കഴിഞ്ഞ് ഓടിക്കുമ്പോഴാണ് അതിന് വ്യത്യാസം അറിയണേ. അതായത് വണ്ടി നല്ല സ്മൂത്തായി, ആക്സിലറേഷൻ കൊടുക്കുമ്പോൾ നല്ല റെസ്പോൺസ് ഉണ്ട്. മറ്റേ ഒരു ക്ലച്ച് പിടിച്ചിട്ടേ വണ്ടി നമ്മള് ഫുള്ളായിട്ട് റിലീസ് ചെയ്താലും വണ്ടിക്ക് ഒരു പിടുത്തം ഇതിപ്പോ വണ്ടി ഇങ്ങനെ ഫ്രീ ആയിട്ട് ഇങ്ങനെ പോവാണ്, നല്ല സ്മൂത്ത് ആയിട്ട്. എന്താ സംഭവിച്ചത്? ഡീകാർബണൈസേഷൻ കഴിഞ്ഞപ്പോ എന്റെ എഫക്ട് തോന്നാത്തതിന്റെ കാരണം ഇതായിരിക്കാം. അതാണ് ഞാൻ പറഞ്ഞല്ലോ ചേട്ടനോട്. അതായത് ഡീകാർബണൈസേഷൻ ചെയ്തു, നമുക്ക് സംഭവം ഓക്കെയാണ്. പക്ഷെ ക്ലച്ച് പിടിച്ചു നിൽക്കുകയാണേ, ഫുള്ളായിട്ട് റിലീസ് ആവാണ്ട് പിടിച്ചു നിൽക്കുമ്പോ വണ്ടിക്ക് ആ ഒരു സ്മൂത്ത്നെസ് ഇല്ല. പ്ലസ് ആ സ്റ്റിയറിംഗ് മാറ്റിയപ്പോ ആ വെയിറ്റ് കുറഞ്ഞു. മറ്റത് കൈവേദന ഇരിക്കും നമുക്ക്. സ്ലോ സ്പീഡിൽ ഈ സാധനം ശരിക്കും ഭയങ്കര ലൂസ് ആവും ശരിക്കും. ഹൈ സ്പീഡിൽ ടൈറ്റ് ആവും. അങ്ങനെയാണ് ഇതുണ്ടായിരുന്നത്. പക്ഷെ ഇത് ഇപ്പൊ അപ്പൊ ഞങ്ങള് സക്സസ് ആണ്. എന്തായാലും ഹാപ്പി അല്ലേ? NOS2 engine decarbonizing for bikes, cars and heavy vehicles.